ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ക്രിപ്റ്റോ മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് പിക്സൽവേഴ്സ് പ്ലേയേഴ്സിൻ്റെ എല്ലാ ഡൗട്ട്സും അത് നമ്മൾ ക്ലെയിമിംഗ് ഒക്കെ കഴിഞ്ഞു. പിക്സൽ ടോക്കൻ്റെ ക്ലെയിം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ, അതായത് 0 പിക്സൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലെവൽ 0ലും 4ലൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ലെവൽ കൂട്ടണോ? അതുപോലെ തന്നെ NFT നമുക്ക് കിട്ടുന്ന NFT വേറെ എയർ ഡ്രോപ്പ് ആയിട്ടുള്ള NFT എയർ ഡ്രോപ്സ് എന്താണ്, NFT അതിൻ്റെ യൂസ് എന്താണ്, ഉപകാരം എന്താണ്, അതുപോലെ തന്നെ സ്റ്റേക്കിംഗ് പിക്സൽ ടോക്കൺസ് ഡാഷ്ബോർഡിൽ ട്രാൻസ്ഫർ ചെയ്തത് ഓട്ടോമാറ്റിക്കലി അത് സ്റ്റേക്കിങ്ങിലായിരിക്കും വന്ന് കിടക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേക്കിങ്ങിൽ വന്ന് കിടക്കുന്നതും അത് വിഡ്രോ ചെയ്യാം, അൺസ്റ്റേക്ക് ചെയ്യാൻ പറഞ്ഞൊക്കെ കാണിച്ചിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റേക്കിംഗ് എന്താണ്, സ്റ്റേക്കിംഗ് ചെയ്താൽ ഗുണം, ഓക്കെ ഫ്യൂച്ചറിൽ അതിൻ്റെ ഗുണം എത്ര, ഏകദേശം എത്ര ടോക്കൺസ് സ്റ്റേക്ക് ചെയ്താലാണ് ഉപകാരം ഉണ്ടാവുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്യുമ്പോൾ ജൂലൈ 25 വിഡ്രോവൽ ഓപ്ഷൻ ഡാഷ്ബോർഡിൽ നിന്ന് വാലറ്റിലേക്ക് വിഡ്രോവൽ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുമ്പോൾ എത്ര രൂപ ഏകദേശം കിട്ടും, അത് നമ്മൾ ലെവൽ തിരിച്ച് മീൻസ് 250 കിട്ടിയിട്ടുണ്ടോ, 690 കിട്ടിയിട്ടുണ്ടോ, അതുപോലെ 5210 ടോക്കൺസ് കിട്ടിയിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ലെവൽ തിരിച്ച് നമ്മളിത് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിക്സൽ ടോക്കൺസ് പിക്സൽവേഴ്സ് കളിച്ചവരാണെന്നുണ്ടെങ്കിൽ, പിക്സൽ ടോക്കൺസ് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പിക്സൽ ടോക്കൺസ് കിട്ടിയില്ലെങ്കിലും NFT കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ, NFT ഇപ്പോൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാവില്ല, NFTൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ NFT എല്ലാവർക്കും ഉണ്ടാവും. ലെവൽ 1 to എല്ലാ ലെവലിലുള്ളവർക്ക് NFT കിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ടും കാണാം, സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ കാണാം. എന്നാലാണ് നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ഒരു പിടുത്തുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മിസ്സാക്കാതെ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ടോക്കൺസ് കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും യൂസ് ഉണ്ടാവണമെങ്കിൽ, അതിപ്പോൾ വിഡ്രോ ചെയ്തിട്ട് ക്യാഷ് ആക്കണമെങ്കിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും, പിന്നെ അതുപോലെ ഇപ്പോഴും ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് മിനി ആപ്പിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ് ഇത് വന്നിട്ടുണ്ട്, ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, കോമ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട്. ഓക്കെ, അപ്പോൾ അത് എപ്പോൾ നിൽക്കുന്ന അറിയാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലെവൽ 0 അല്ലെങ്കിൽ ലെവൽ 1 2 3 4 ഈ പറഞ്ഞ ലെവലാർക്ക് എന്തില്ല ടോക്കൺസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ടോക്കൺസ് കിട്ടാത്തവർ ഇനി എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലെവൽ 4 5 താഴെയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ക്ലെയിം ഓപ്ഷൻ വരാണെങ്കിൽ നോക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താണ് 0 ആയിരിക്കും. ഇവിടെ ടോക്കൺസ് 0 എന്നായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പലരും അത് എന്തൊരു ഇഷ്യൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ അവരുടെ ഓഫീഷ്യൽ ടീം അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 to 4 ഒന്നും ഇല്ല, ടോക്കൺസ് ഇല്ല, അവർക്ക് ജസ്റ്റ് NFT മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, പക്ഷേ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാ ലെവലും ഏത് ലെവലായാലും അവർക്ക് എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ തന്നെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടോക്കണാണ് എയർ ഡ്രോപ്പ് തരത്തുള്ളൂ, പക്ഷേ NFT എയർ ഡ്രോപ്പ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ NFTക്ക് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ടോക്കൺ കിട്ടും, ലെവൽ കുറഞ്ഞിരിക്കുന്നവർ ലെവൽ കൂട്ടിയാൽ നിങ്ങൾക്ക് ടോക്കൺ കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് ടോക്കൺ കൂട്ടി കിട്ടില്ല. അപ്പോൾ ഇനി ഗെയിം കളിക്കുന്നതിൽ ബെനിഫിറ്റ് ഉണ്ടോ, ഇനി ലെവൽ കൂട്ടുന്നതിൽ ബെനിഫിറ്റ് ഉണ്ടോ എന്നാൽ പറയും ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏക ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെവൽ കൂട്ടുമ്പോൾ, ഓക്കെ നമ്മൾ പറഞ്ഞു ഓരോ കാറ്റഗറീസ് ആരും തിരിച്ചു പോകണം. ഓക്കെ, അത് 5 to 7 ഒരു കാറ്റഗറിന് അവർക്കൊരു ഇതാണ് വരുന്നത്, പ്രൈസാണ് വരുന്നത്, റിവാർഡ്. അതുപോലെ 8 to 9 ലെവലുകാർക്ക് വേറൊരു പ്രൈസാണ് വരുന്നത്. ലെവൽ 10 ഉള്ളവർക്ക് വേറെ ഒരു കാറ്റഗറിയിലാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, എയർ ഡ്രോപ്പ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ലെവൽ ഇപ്പോൾ ലെവൽ 4 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ക്ലെയിം ഓപ്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയുള്ള NFT ഇവിടെ കാണാൻ പറ്റും ലെജൻഡറിന്ന്. ഓക്കെ, അത് ലെവൽ 10കാർക്കാണ് ലെജൻഡറി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോമണ്ണോ റയറിനോ എപ്പിക്കുന്നോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ NFT എടുക്കണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളത് ലെവൽ എന്താ ചെയ്യുക, ലെവൽ കൂട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കൂട്ടാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ലെവൽ കൂട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോക്കൺസിൻ്റെ എമൗണ്ട് ഒരിക്കലും ഇനി കൂടില്ല. ടോക്കൺസിൻ്റെ എമൗണ്ട് കൂടിയില്ലെങ്കിൽ കൂടി ഇവിടെ കിടക്കുന്ന NFT, ഓക്കെ ഈ NFTയുടെ ഇത് മാറും. ലെജൻഡറി എന്നുള്ളത് ഇപ്പം നിങ്ങളിപ്പോൾ ലെവൽ 4 5 കോമൺ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് 5 6 ആക്കുമ്പോൾ 7 ആക്കുമ്പോൾ എന്ത് ചെയ്യും, അത് റയർ എന്ന് പറഞ്ഞ NFT പിന്നെ അത് 8 to 9 ലെവലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പിക് ആയിരിക്കും മാറും. പിന്നെ പോലെ ലെവൽ 10 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ലെജൻഡറി NFT ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെജൻഡറി NFT ആണ് ഉള്ളതിൽ ഹൈ വാല്യൂ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലെവൽ കളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടോക്കൺസ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോ ജസ്റ്റ് ലെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ NFT മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ പേഴ്സണലൈസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് NFT മാറി കിട്ടും. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി കളിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ലെവൽ കൂട്ടണോ എന്നുള്ളത് നിങ്ങളുടെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 230 കിട്ടിയാണെങ്കിലും 690 കിട്ടിയാണെങ്കിലും 0 പിക്സൽ കിട്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലെവൽ കൂട്ടിയാൽ നിങ്ങൾക്ക് ടോക്കൺസ് ഇനി ഒരിക്കലും കൂടി കിട്ടില്ല. NFT പക്ഷേ ചേഞ്ച് ആവും, കൂടുതൽ വാല്യൂ ഉള്ള NFT കിട്ടും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലെയിം സെഷനിൽ പോകുമ്പോൾ NFT ക്ലെയിം ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇവിടെ ക്ലെയിം ഇൻ 3 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് NFT ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഓൾറെഡി എന്താണ് പിക്സ്വയുടെ ടോക്കൺസ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ആൾക്കാർ ക്ലെയിം കൂടി ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ലെവൽ മാറ്റിന്ന് വെച്ചിട്ട് കൂടുതൽ ടോക്കൺസ് അവർ എയർ ഡ്രോപ്പ് ചെയ്ത് തരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നാലും നിങ്ങൾ ലെവൽ കൂട്ടുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഉപകാരമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ അത് NFT നിങ്ങൾക്ക് സഡൻ ആയിട്ട് നിങ്ങൾക്ക് അതിന് ക്യാഷ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലെവൽ കൂട്ടുന്നതിൻ്റെ ഒരു യൂസ് കേസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ലെവൽ കൂട്ടുമ്പോഴുള്ള മെയിൻ ബെനിഫിറ്റ് NFT ആണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് NFT എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു NFT എന്ന് പറഞ്ഞാൽ നോർമലി ബ്ലോക്ക് ചെയിനിൽ മിൻറ്റ് ചെയ്യുന്ന നമ്മളതിന് പല പ്രോജക്റ്റുകളിലും പല NFTs ഉണ്ടായിരിക്കും.
ഓരോ പ്രൊജക്റ്റിൻ്റെ വാല്യൂവിനനുസരിച്ചായിരിക്കും ആ പ്രൊജക്റ്റിലത്തെ NFTസിൻ്റെ വാല്യൂസ് വരാം. ഓക്കെ, ഇപ്പോൾ ഒരു ടൈമിൽ NFT ഇറങ്ങിയ സമയത്ത് എല്ലാവരും എല്ലാ എക്കോസിസ്റ്റത്തിലും NFTസിന് നല്ല വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പതുക്കെ എല്ലാത്തിനും കുറഞ്ഞു. എന്നാലും ഓരോ പ്രൊജക്റ്റ് അനുസരിച്ച് NFTസിന് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ NFT യൂസ് ചെയ്യണം മീൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഗെയിം അവർ ശരിക്കും ഒഫീഷ്യലായിട്ട് നെക്സ്റ്റ് ഓഗസ്റ്റിലാണ് അവർ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത്, വെബ് വേർഷൻ. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ ഈ കിട്ടുന്ന NFTസ് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പ്ലെയറായിട്ട് കളിക്കുമ്പോൾ നമ്മുടെ പ്ലെയറിനുള്ള സ്കിന്ന്, അതുപോലെ തന്നെ ആ ക്യാരക്ടറിൻ്റെ മറ്റ് പല പല എന്താണ് ക്ലോത്ത്, അതുപോലെ ബൂട്ട്, ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ഇതാണ് ഈ NFT. ഓക്കെ, അപ്പോൾ ആ NFTക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഗെയിം വെബ് വേർഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു വിർച്വൽ റിയാലിറ്റി ഗെയിം അല്ലെങ്കിൽ ഒരു മെറ്റാവേഴ്സ് ഗെയിം പോലെയാണ് ഒരു ഫ്യൂച്ചറിലേക്ക് ഇവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക്കുള്ള ഗെയിമിംഗ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലെയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പ്ലെയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്റ്റഫുകൾ എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാനും വിൽക്കാനും പറ്റും. അപ്പോൾ ഈ വാങ്ങും വിൽക്കും ചെയ്യുന്നത് ഗെയിമിൻ്റെ ഉള്ളിൽ ചുമ്മാ പോയിന്റ്സ് എന്ന് വെച്ചിട്ടല്ല, ശരിക്കും ഈ പിക്സ്വൈ ടോക്കൺസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം. അപ്പോൾ ഈ പിക്സ്വൈ ടോക്കൺസ് വെച്ച് ട്രാൻസാക്ഷൻ നടത്താൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിക്സ്വൈക്ക് എന്തുണ്ട്, വാല്യൂ ഉണ്ട് റിയൽ വേൾഡിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ NFTസിനും എന്തുണ്ടായിരിക്കും, വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഭാവിയിൽ ഈ NFTസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാനും വാങ്ങാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഗെയിമിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ അത് സഡനായിട്ട് നിങ്ങൾക്ക് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടായാലും നിങ്ങളത് കളയണ്ട. ഓക്കെ, കാരണം നോർമലായിട്ട് NFTs കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ CEO പറഞ്ഞാണ്, അതായത് 1 മില്യൺ പ്ലെയേഴ്സാണ് ഇവർ ടോക്കൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ 8-10 മില്യണൊക്കെ യൂസേഴ്സ് ഉള്ളതാണ്. അതിലത്തെ 1 മില്യൺ ആൾക്ക് ഒരു ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കുറേ പേരൊക്കെ എന്തായാലും എന്താണ് ചുമ്മാ റെഫർ ചെയ്തിട്ടൊക്കെ ലെവൽ 1-ലും 2-ലൊക്കെ എടുത്തിട്ട് ടോക്കൺ കിട്ടാതെ പോയവരൊക്കെ ആയിരിക്കും. ഓക്കെ, പക്ഷേ എല്ലാവർക്കും NFTs കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ പ്രൊജക്റ്റ് വലിയൊരു പ്രൊജക്റ്റായിട്ട് മാറുകയാണെങ്കിൽ 10-30-40 മില്യണൊക്കെ ഉള്ള ആൾക്കാരായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, സ്റ്റാർട്ടിങ്ങിൽ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് പേർക്ക് മാത്രമേ എന്താണല്ലോ NFTs ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നീട് ഈ ഗെയിമിലേക്ക് വരുന്ന എല്ലാവർക്കും അവർക്കൊരു ക്യാരക്ടർ തന്നെ വാങ്ങണമെങ്കിൽ, അതുപോലെ തന്നെ ഒരു സ്കിന്ന് വാങ്ങണമെങ്കിൽ അതൊക്കെ NFT ആയിട്ടാണ് വാങ്ങാം അവർ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ ഓട്ടോമാറ്റിക്കലി പുതിയ പ്ലേയേഴ്സിന് എന്ത് ചെയ്യേണ്ടി വരും, NFT ക്യാഷ് കൊടുത്താൽ അല്ലെങ്കിൽ പിക്സ്വൈ ടോക്കൺസ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് ഇത് ഏർലി അഡോപ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ NFT ഫ്രീ ആയിട്ട് കിട്ടിയത് ആ സമയത്ത് നമുക്ക് എന്ത് പറ്റും, ബാക്കിയുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ കൊടുത്തിട്ട് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ പിക്സ്വൈ ടോക്കൺസ് അതിന് പകരം നേടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നോർമൽ എല്ലാ ഗെയിംസിലും NFTs വർക്ക് ചെയ്യുക. അത് മാത്രമല്ല, അതുപോലെ ഫ്യൂച്ചറിൽ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ഉണ്ടെന്ന് വയ്ക്കാം, അതിന് റിവാർഡായിട്ട് ഒരു പ്ലെയറിന് 500 പിക്സ്വൈ ടോക്കൺസ് കിട്ടുമെന്ന് വയ്ക്കാം. അപ്പോൾ ചില പ്രോജക്റ്റുകളിൽ പറയാറുണ്ട് ഈ NFT ഹോൾഡേഴ്സിന് അവരുടെ NFTയുടെ വാല്യൂവിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇവരിപ്പോൾ ഒരു കാറ്റഗറി പോലെ കൊടുക്കും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വിന്നറിന് കിട്ടുന്ന എമൗണ്ട് 500 പിക്സ്വൈ ടോക്കൺസ് ആണെങ്കിൽ അവരുടെ കയ്യിൽ ലെജൻഡറി NFT ഉണ്ടെങ്കിൽ 500 പകരം 1000 കിട്ടുമെന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊരു മൾട്ടിപ്ലെയർ ആയിട്ടും NFTs യൂസ് ചെയ്യാൻ പറ്റുന്ന ഇവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ NFTയുടെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേക്കിംഗ് ആണ്. ഓക്കെ, സ്റ്റേക്കിംഗ് എന്താ, അപ്പോൾ ഡാഷ്ബോർഡ് പോയിട്ട് നമ്മൾ ഈ ഹാംബർഗർ ഐക്കൺ എടുത്തിട്ട് സ്റ്റേക്കിംഗ് എന്നുള്ള ഓപ്ഷൻ പോകണിക്കാം, കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൽ 0 ആണ് അടിക്കുന്നത്, വേറെ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗൂഗിൾ അല്ലെങ്കിൽ ക്രോമിൽ ഈ സംഭവം നടക്കാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, മെറ്റാമാസ്കിലോ അല്ലെങ്കിൽ ബൈബിറ്റിലോ ഇങ്ങനെ പോയിട്ട് ആണ് കയറേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യണ ടോക്കൺസ് എവിടെയാണ്, ഈ സ്റ്റേക്ക് എന്നുള്ള ഓപ്ഷനിലാണ് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേക്ക് ചെയ്യാനോ അൺസ്റ്റേക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ പോയാൽ മതി നമുക്കത് അൺസ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് എന്താണ് മിനി ആപ്പിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ ബാലൻസ് അപ്പോൾ 0 ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. പക്ഷേ സ്റ്റേക്കിൻ്റെ അവിടെ 690 230 നിങ്ങൾ എമൗണ്ട് എത്ര ട്രാൻസ്ഫർ ചെയ്ത് അതുകൂടെ കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് അൺസ്റ്റേക്ക് ചെയ്യണമെങ്കിൽ മുകളിലത്തെ ഈ വിഡ്രോവൽ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അൺസ്റ്റേക്ക് ചെയ്യാം. പിന്നെ അൺസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സ്റ്റേക്ക് എന്നുള്ള വാലറ്റ് കണക്ട് ചെയ്ത സ്റ്റേക്ക് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റ്, 50%, 25%, 75% എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള പിക്സ്വൈ ടോക്കൺസ് ഇവരുടെ ഗെയിമിംഗ് അക്കൗണ്ടിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് എന്താണ് സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള സ്റ്റേക്കിംഗ് ഉണ്ട്, 10 ദിവസത്തേക്ക് 20 ദിവസത്തേക്ക് 30 ദിവസത്തേക്ക് കൊടുക്കുന്ന സ്റ്റേക്കിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ജസ്റ്റ് സ്റ്റേക്കിംഗ് ഉള്ളൂ. അത് നമ്മൾ സ്റ്റേക്കിങ്ങിൽ വെക്കുക, നമുക്ക് അതിന് പകരം കിട്ടും, റിവാർഡ്സ് ആയിട്ട് കിട്ടും. ആ റിവാർഡായിട്ട് അവർ പറഞ്ഞത് ലൂട്ട് ബോക്സ് ഒക്കെയാണ് റിവാർഡായിട്ട് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് താഴേക്ക് പോകണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, ഓക്കെ, ഇവിടെ കാണാൻ പറ്റും റിവാർഡ്സ്, സ്റ്റേക്ക് യുവർ പിക്സ്വൈ ആൻഡ് ഏൺ റിവാർഡ്സ്. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും സ്റ്റേക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അതുവഴി എന്തായാലും കിട്ടും റിവാർഡ്സ് കിട്ടും. ഫ്യൂച്ചറിലേക്ക് പോകും തോറും ഇവർ വീണ്ടും ബിസിനസ് മൈൻഡായിട്ട് വരും. അപ്പോൾ നമ്മളൊരു 1000 അല്ലെങ്കിൽ 600 പിക്സ്വൈ ടോക്കൺസ് സ്റ്റേക്ക് ചെയ്തിട്ട് കിട്ടുന്ന റിവാർഡ്സിൻ്റെ അത്ര പോലും ഭാവിയിൽ കിട്ടില്ല. അതിന് പകരം എന്ത് ചെയ്യും, ഈ പ്രോജക്റ്റ് സക്സസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 600 വെച്ച് കൊടുത്ത് നിങ്ങൾ 1000-3000 സ്റ്റേക്ക് ചെയ്യേണ്ടി വരും ആ ഒരു സെയിം റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ കാണുന്ന ലൂട്ട് ബോക്സ് ഒക്കെയാണ് അല്ലെങ്കിൽ ഈ മിസ്റ്ററി ബോക്സസ് ആണ് നിങ്ങൾക്ക്
ഇതിൽ നിന്ന് സ്റ്റേക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിവാർഡായിട്ട് കിട്ടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്. ആ റിവാർഡും ഉള്ളിൽ നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിവാർഡിൻ്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക, ഗെയിമിൻ്റെ ഉള്ളിലത്തെ ക്യാരക്ടേഴ്സിന് ഉള്ള ഡ്രസ്സ്, ആക്സറീസ്, സ്കിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, ഈ റിവാർഡിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഓരോ ബോക്സിനുള്ളിൽ ഓരോരോ റിവാർഡ്സ് ആണ്. ഓക്കെ, ഏറ്റവും ഹൈസ്റ്റ് തന്നെ ലെജൻഡറി റിവാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റേക്ക് ചെയ്താൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ബോക്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോഴും ഇത് 0 ടോക്കൺസ് കിട്ടിയവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരില്ല. പക്ഷെ നിങ്ങൾക്ക് എന്നാലും ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ പിക്സൽ ഡാഷ്ബോർഡിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏർലി അഡോപ്റ്ററിനോടത്ത് പോയി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡിലും ഒരു NFT ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ഡാഷ്ബോർഡിൽ NFT എന്താണ്, അൺകോമൺ ആണ്. മീൻസ് ഭയങ്കര ലോ ആയിട്ടുള്ള NFT ആണ്. കോമൺ ഉണ്ട്, പിന്നെ തൊട്ട് മുകളിലാണ് അൺകോമൺ. അത് കഴിഞ്ഞ് റയർ, എപ്പിക്, ലെജൻഡറി ഉണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിൽ എല്ലാവർക്കും ലെവൽ കുറച്ച് കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഡാഷ്ബോർഡിലും NFT ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിനി ആപ്പിലും NFT ക്ലെയിം ചെയ്യും. അപ്പോൾ 2 NFT നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ NFTയുടെ ടൈം 70 hours ഉള്ളൂ. അതായത് 70 hours എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 3 days തന്നെ. ഓക്കെ, അപ്പോൾ മിനി ആപ്പിലത്തെയും ഇതിൻ്റെയും NFT രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റേക്കിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേക്കിങ്ങിൽ അവർ പറഞ്ഞത് 10% ആണ് എന്ത് വരുന്നത്. ഇപ്പോൾ 690 ടോക്കൺസാണ് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 6.9 ടിക്കറ്റ്സ് നിങ്ങൾക്ക് റിവാർഡായിട്ട് കിട്ടുന്നതാണ് അതിൽ കൊടുത്തുള്ളത്. 230 സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2.3 ഒരു ദിവസം റിവാർഡായിട്ട് കിട്ടും. 5210 ആണെങ്കിൽ 52 ടോക്കൺസ് അല്ലെങ്കിൽ 52 ടിക്കറ്റ് എന്നാണ് അവർ കൊടുത്തുള്ളത്. അത് ടോക്കൺ ആവണമെന്ന് എപ്പോഴും നിർബന്ധമില്ല, കൺഫേംഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റേക്കിങ് ചെയ്യുക. അത് നമ്മുടെ ബാങ്കിലൊക്കെ നമ്മൾ FD ഇടുന്ന പോലെ നമ്മൾ ഇടുന്നു, പക്ഷെ നമുക്ക് അക്കൗണ്ടിൽ എടുക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്റ്റേക്കിങ് പോയേക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കണതാണ് നിങ്ങൾക്ക് ഇന്ന് എത്ര ക്യാഷ് കിട്ടും. ഇത് അപ്പോൾ 0 ടോക്കൺസ് കിട്ടിയവർക്ക് ഇത് എന്തായിരിക്കില്ല, സ്റ്റേക്ക് ചെയ്യാനോ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അവർക്ക് ആ കൂടുതൽ ബെനിഫിറ്റ് NFT ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ക്യാഷ് കിട്ടുന്നു, ഇതിൽ നിന്ന് കിട്ടാനുള്ളൊരു സ്കോപ്പ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മുടെ കറണ്ട് ആയിട്ടുള്ള മാർക്കറ്റിലെ ഇന്ത്യൻ റുപ്പീസിൻ്റെ USDT റേറ്റാണ് നോക്കുന്നത്. 83.66 പക്ഷേ നിങ്ങളെ ഓരോ എക്സ്ചേഞ്ചിൽ 90-92 ഇതിൻ്റെ വിനിമയം നടക്കുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അതിൽ നിന്ന് വേറെ ഗ്യാസ് ഫീയും ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ വീണ്ടും കാശ് പോകും. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നോക്കാനാണ് ഒരു 83 എടുത്തോണ്ട് നമുക്കൊരു 85 കിട്ടും എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 630 ടോക്കൺസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 23 ടോക്കൺസ്. 10% ആണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുള്ളൂ. അപ്പോൾ 23 ടോക്കൺസ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബൈബിറ്റിലെ പ്രൈസ് പിക്സ്വേഡ് ഇന്നലെയൊക്കെ 0.098 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് കുറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റേറ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. 0.05 ആണ് നമ്മൾ എടുക്കുന്നത്. 52 എടുക്കാം. ഓക്കെ, അപ്പോൾ 25 × 0.052. ഓക്കെ, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എന്തുള്ളൂ, $1 എടുത്തുള്ളൂ. അപ്പോൾ 230 കിട്ടുന്നവർക്ക് എന്താണ് 23 ടോക്കൺസാണ് ഇപ്പോൾ കറൻറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് സ്റ്റേജിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വിഡ്രോ ചെയ്യാന്നല്ലെങ്കിൽ അവർ 100% എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുള്ളൂ, 10% നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 90% കമ്മ്യൂണിറ്റി പൂളിലേക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സിന് റിവാർഡ്സ് ആയിട്ട് പോകും. ഓക്കെ, അത് $1 ആണ്. അപ്പോൾ അവർക്ക് ഇതൊരു വലിയൊരു യൂസ് ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് സ്റ്റേക്ക് ചെയ്ത് വെക്കുക. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് എന്താണ് നല്ല രീതിക്ക് എത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 690 ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 69 ആണ് അവർ വിഡ്രോ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 69 ടോക്കൺസാണ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 69 എന്ന് പറയുമ്പോൾ 0.052. ഓക്കെ, ഒരു $3. പക്ഷേ ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവുന്നത് 1000 ഇത് കിട്ടിയവർക്കാണ്. അപ്പോൾ അവർ 10% എന്ന് പറയുമ്പോൾ 521 ടോക്കൺസ് വരെ 0.052 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ $27-30 വരും. ഓക്കെ, അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലും പിന്നെ മീൻസ് കോമൺ സെൻസ് വെച്ചിട്ടും എന്താണ് നിങ്ങൾ ലെവൽ 10 നിങ്ങൾക്ക് 5210 ടോക്കൺസാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാൻ നോക്കാം. ഓക്കെ, സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം. വിഡ്രോ ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക 90% നിങ്ങളവിടെ ലോസ് ആവും. ഓക്കെ, പക്ഷേ അത് ബാക്കിയുള്ള 90% എപ്പോഴൊക്കെ വിഡ്രോ ചെയ്യാന്നുള്ളത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലവർക്കിപ്പോൾ ഈ പറഞ്ഞ $27 × 85 എന്ന് പറയുമ്പോൾ എത്രയും 2300 രൂപ. ഓക്കെ, അപ്പോൾ ചിലവർക്ക് ഈ 2300 രൂപയാണെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അത് ഓക്കെ ആയിരിക്കും. എനിക്കിത് മതി എന്നുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ വിഡ്രോ ചെയ്തോളൂ. കാരണം ബാക്കി 90% കേസ് നമുക്ക് ഇപ്പോഴൊന്നും ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല. ഇപ്പോൾ അടുത്ത മാസം വിഡ്രോ ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ റൂമേഴ്സ് ഉള്ളതും പിന്നെ ഒരു ചെറുതായിട്ട് ഓപ്ഷനും കൂടിയാണിത്. പക്ഷേ അത് കറക്റ്റ് ഡാറ്റ കിട്ടിയിട്ട് മാത്രം ഷെയർ ചെയ്യുന്ന വെച്ചിട്ടാണ്. അതായത് ഒരു കൊല്ലമൊക്കെ എടുത്തിട്ടാണ് ബാക്കിയുള്ള 90% ഒക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് കേൾക്കുന്ന വിവരം. ഓക്കെ, അതിനെക്കുറിച്ച് ഡാറ്റാസ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ അത് ഒഫീഷ്യലായിട്ട് ക്ലിയർ ആയിട്ട് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുന്ന വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഇതിങ്ങനെ ബാക്കി ഇത്ര കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ അല്ലെങ്കിൽ ഇത്ര മാസം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2300 അത് 2000 രൂപയൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്തോളൂ. ഓക്കെ, അപ്പോഴും വിഡ്രോ ചെയ്യാൻ ഞാൻ പറയുള്ളൂ ലെവൽ 10 മാത്രമാണ് വിഡ്രോ ചെയ്യാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ടും
നിങ്ങൾ NFT കളക്ട് ചെയ്യുക, മിനി ആപ്പിലത്തെ ഡാഷ്ബോർഡത്തെ NFT കളക്ട് ചെയ്യുക. അതിന് ഫ്യൂച്ചറിൽ വാല്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ NFT നല്ലതാണ്. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷനെങ്കിലും ഒരു എക്സ്ട്രാ ട്രാൻസാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ NFTs ആരും ക്ലെയിം ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ പിക്സ്വയുടെ ഒരു പ്രൈസിൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇപ്പോൾ 0.52 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇന്നലെയൊക്കെ 0.08 0.09 ആ റേഞ്ചിൽ എത്തിയിരുന്നു. പക്ഷേ സ്റ്റാർട്ടിങ് ലോഞ്ചിങ്ങിൽ ഇത് 0.02 ആയിരുന്നു. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്ത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇപ്പോഴും എന്താണ് സ്റ്റാർട്ടിംഗ് പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ ഒരു 5 ടൈംസ് ഗ്രേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് നമുക്കറിയാൻ പറ്റില്ല. എല്ലാ ടോക്കൺസും ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി എൻ്റെ പ്രൈസ് ഹൈക്ക് ആവും. പിന്നെ പതുക്കെ അത് ഡ്രോപ്പ് ആയി തുടങ്ങും. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് 0.019 വരെയൊക്കെ എത്തി. ഓൾമോസ്റ്റ് എന്താണ് 6 ടൈംസ് 7 ടൈംസ് ഒക്കെ കൂടി. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ അത് താഴോട്ട് വരണം. അപ്പോൾ അത് മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ചിട്ട് പ്രൈസ് എന്താണ് അതിൻ്റെ കറക്റ്റ് പ്രൈസ് അല്ലെങ്കിൽ കറക്റ്റ് പ്രൈസ് പോയിന്റ് കണ്ടെത്താനുള്ളൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോജക്റ്റ് പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും ഉള്ളൊരു ഫേസാണ് ഇപ്പോൾ ഈ ഒരു പിക്സ്ഫൈയുടെ ടോക്കൺ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് എന്ത് ചെയ്യും, ഇടിയും. അതുപോലെ തന്നെ അതിന് ഡിമാൻഡ് വരുന്നൊരു സപ്പോർട്ട് സോൺ കിട്ടുന്ന വരെ പ്രൈസ് താഴോട്ട് പോകും. ഓക്കെ, പിന്നെ ഒരു ഏരിയ എത്തുമ്പോൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, പിന്നെ വീണ്ടും ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പുതിയൊരു പ്രോജക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രോജക്റ്റിൽ ഇൻട്രസ്റ്റ് അല്ലാത്തവരും എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്താണ് അവർക്കൊരു ലാഭം കിട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു അവരുടെ ഹോൾഡിങ്സ് അവർ വിൽക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലാർജായിട്ട് ഒരു സെൽ ഓഫ് ഉണ്ടാകുമ്പോൾ പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. അപ്പോൾ എത്രത്തോളം ഇനി ഡൗൺ ആവും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ജൂലൈ 25 ആ വിഡ്രോവലിൻ്റെ ടൈം വരുമ്പോഴേക്കും ഇതിൻ്റെ പ്രൈസ് ഏത് റേഞ്ചിക്ക് എത്തുന്നു പറയാൻ പറ്റില്ല. പിന്നെ വിഡ്രോവലിൻ്റെ ടൈമിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് എന്താണ് കുറവാകാനാണ് ചാൻസ്. കാരണം ഡംപാവും. ഓക്കെ, കുറച്ചുകൂടി അധികം ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെല്ലിംഗ് ഉണ്ടായിട്ട് പ്രൊജക്റ്റ് ഭയങ്കരമായിട്ട് മോശമായി പോകൊണ്ടിരിക്കാനൊക്കെയാണ് ഇവരിത് എന്താണ് 90% നഷ്ടപ്പെടും, സ്റ്റേക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവർ കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു എയർ ഡ്രോപ്പ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നല്ലൊരു എയർ ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ഇതിൽ കുറേ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ Web3യുടെ ഒരു ഗെയിംസൊക്കെ ഇപ്പോൾ ആകെ ഒന്ന് ഇളകി മറിഞ്ഞിരിക്കുകയാണ്. കാരണം പിക്സവേഴ്സിൻ്റെ കാര്യത്തിൽ പിക്സവേഴ്സ് ടോപ്പായിട്ടൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിറ്റി തന്നെ ഇപ്പോൾ ഈ ഒരു അൺഫെയർ ആയിട്ടുള്ള എയർ ഡ്രോപ്പ് കാരണം ഇപ്പോൾ അവർ അക്കൗണ്ടൊക്കെ കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസ് കിട്ടാം. അപ്പോൾ എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യുക, ലെവൽ കുറവാണെങ്കിലും കൂട്ടി നിങ്ങൾക്ക് NFTs ഏൺ ചെയ്യാൻ പറ്റും. NFTs യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബൈബിറ്റ് മെറ്റാമാസ്ക് ഒക്കെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡാഷ്ബോർഡിലേക്ക് പിക്സ്വേ ടോക്കൺസ് ക്ലെയിം ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ റിയൽ ടൈം അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ പേജ് ടെലിഗ്രാം ചാനൽ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ.